യേശു ക്രിസ്തു ചരിത്രപുരുഷനോ? ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന നസറത്തിലെ യേശു ജീവിച്ചിരുന്നു എന്നതിനെന്തെങ്കിലും ചരിത്രരേഖകളുണ്ടോ? ഇല്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. യേശു ക്രിസ്തു വെറും ഒരു മിത്തിൻ്റെ ഭാഗമല്ലേ? ചിലരുടെ കണ്ടുപിടുത്തമായല്ലേ? കെട്ടുകഥകളല്ലേ? കന്യാജനനം, കടലിന് മീതെ നടക്കൽ, എന്തെല്ലാം അത്ഭുതങ്ങൾ! ഇതൊക്കെ ചരിത്രപരമായിട്ട് യാഥാർത്ഥ്യമാകുമോ? എന്ത് തെളിവാണുള്ളത്? യേശുവിൻ്റെ ജീവിതകാലത്ത് എന്തെങ്കിലും തെളിവുകൾ നമുക്ക് നിരത്താനുണ്ടോ? സ്നേഹമുള്ളവരെ, കത്തോലിക്ക വിശ്വാസം ഒരുപാട് വെല്ലുവിളികളും ചോദ്യങ്ങളും നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഒന്നൊന്നായി മറുപടി കൊടുക്കാൻ ഉള്ളൊരു ശ്രമമാണ് കേരള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ പരിപാടിയിലൂടെ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വിഷയം യേശു ക്രിസ്തു ചരിത്രപുരുഷനായിരുന്നോ ഇല്ലയോ? ആണെങ്കിൽ അത് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുക. ആദ്യമേ ബൈബിൾ ഞാനൊരു ഭാഗം വായിക്കട്ടെ. വിശുദ്ധ പത്രോസ് എഴുതിയ ലേഖനം, 1-ാം ലേഖനം, അധ്യായം 3, 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീക്ഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്കു കഴിയും? നീതിക്ക് വേണ്ടി കഷ്ടത സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാവുകയും വേണ്ട. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടെയും ബഹുമാനത്തോടു കൂടിയുമായിരിക്കട്ടെ. നിങ്ങളുടെ മനസാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുവിൻ. ക്രിസ്തുവിലുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദൂഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. ദൈവവചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, ഈ പഠന പരമ്പരയിൽ നമുക്കൊരു മോട്ടോ പോലെ, ഒരു ഉൾക്കാഴ്ചയായിട്ട് നേതൃത്വം നൽകുന്നത് ഈ വാക്കുകളായിരിക്കും. നിങ്ങളുടെ പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കണം. അത് ശാന്തതയോടെയും ബഹുമാനത്തോടെയും ആയിരിക്കണം. യേശു ക്രിസ്തു ഒരു ചരിത്രപുരുഷനാണോ? യേശു ക്രിസ്തു എന്ന ഒരാൾ, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എന്ന ഒരാൾ ജീവിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും സമകാലികമായ ചരിത്രരേഖകളുണ്ടോ ജീവിച്ചിരുന്ന കാലത്ത്? ഇല്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ വളരെ വ്യക്തമായിട്ട് രേഖകളുണ്ട് എന്ന് കൃത്യമായിട്ട് എടുത്തു കാണിക്കാൻ സാധിക്കും. റോമൻ ചരിത്രകാരന്മാർ ടാസിറ്റസ്, സ്വെറ്റോണിയസ്, പ്ലിനി ദ യങ്ങർ, ഈ 3 പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികളെ കളിയാക്കാൻ വേണ്ടി ശ്രമിച്ച ലൂസിയൻ ഓഫ് സമോസാറ്റ എന്ന ഹാസ്യ കവി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് ഫ്ലാവിയൂസ് യോസേഫൂസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ, റോമൻകാർ യഹൂദർക്കെതിരെ നടത്തിയ യുദ്ധം ജൂയിഷ് വാർ എന്ന ഗ്രന്ഥത്തിലും അതിനേക്കാൾ കൂടുതലായിട്ട് യഹൂദ യുദ്ധത്തിന് മുമ്പ് റോമക്കാരുമുള്ള യുദ്ധത്തിന് ഉള്ള ഒരുക്കമായി ലോകചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഈ റോമൻ യുദ്ധത്തിൻ്റെ ആരംഭം വരെയുള്ള കാലഘട്ടത്തെ ചരിത്രം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് യോസേഫൂസ് ഫ്ലാവിയൂസ് എന്ന ചരിത്രകാരൻ യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ജീവിച്ചിരുന്നതിനെക്കുറിച്ചും അവനെ പീലാത്തോസിൻ്റെ കാലത്ത് വധിച്ചതിനെക്കുറിച്ചും. അപ്പോൾ ചരിത്രരേഖകളില്ല എന്ന് പറയുന്നവർ തുടർന്ന് നോക്കുന്നതല്ലായിരിക്കും. പക്ഷേ ചരിത്രരേഖകൾ ഇല്ലെങ്കിൽ എന്തുകൊണ്ട് കുറയുന്നു എന്നത് വേറെ ചോദ്യമാണ്. അപ്പോൾ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ലെന്ന് പറയുക, അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇതിന് പുറമെ ആരാണ് യേശു ക്രിസ്തു? ആ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ട് ലോകചരിത്രത്തിൽ നമ്മൾ അത് കാണുകയാണ്. ഒരുപാട് സംഭവങ്ങൾ. ഇപ്പോൾ യേശു ക്രിസ്തു എന്ന വ്യക്തി ഈ ചരിത്രത്തിൽ വരുത്തിയ വ്യതിയാനം, AD BC എന്ന രീതിയിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമധാരികളായ യേശു വിശ്വസിക്കുന്ന വ്യക്തികൾ ഒരു AD 50 ആകുമ്പോഴേക്കും ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചതിൻ്റെ രേഖകൾ, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ ഇന്നും വധിക്കപ്പെട്ടിരുന്ന രക്തസാക്ഷികളുടെ എന്ന് പറഞ്ഞ പോലെ ധാരാളം ഉദാഹരണങ്ങളാണ്. നമ്മൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് എടുത്ത് കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ എന്ത് വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് വിശ്വസിക്കുന്നു, ഇത് എടുത്തു പറയുകയാണ് ഒരു ക്രൈസ്തവൻ്റെ ആവശ്യം. മറ്റുള്ളവരെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മര്യാദയായിട്ട് മറുപടി പറയുക, അറിയാവുന്ന രീതിയിൽ. ഇതായിരിക്കും നമ്മുടെ ഈ പ്രോഗ്രാമിൽ എടുക്കുന്ന ഒരു പൊതുവായ നിലപാട്. ചോദ്യങ്ങൾ ധാരാളം ഉണ്ടാവും. ഒന്നൊന്നായി നമ്മൾ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: യേശു ക്രിസ്തു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു എന്നതിനെന്തെങ്കിലും ചരിത്രപരമായ തെളിവുകളുണ്ടോ? യേശു ഒരു യഹൂദനാണെന്നാണ് അവകാശപ്പെടുന്നത്. ബെത്ലഹേമിൽ ജനിച്ചു, നസ്രത്തിൽ ജീവിച്ചു, ജെറൂസലമിൽ മരിച്ചു.
എന്നതിന് എന്തു തെളിവാണുള്ളത്? അന്നത്തെ സമകാലിക യഹൂദരുടേതായ ചരിത്ര രേഖകളിലോ അല്ലെങ്കിൽ റോമക്കാരുടെ ഒരു കോളനിയായിരുന്നു പലസ്തീന, റോമക്കാരുടെ രേഖകളിലോ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുണ്ടോ? ഇല്ല എന്ന് കട്ടായം പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നമുക്കൊരു വാദത്തിന് വേണ്ടി സ്വീകരിക്കാം, യേശുവിനെക്കുറിച്ച് സമകാലികമായ ചരിത്രരേഖകളൊന്നുമില്ല. എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, ആരാണ് യേശു ക്രിസ്തു? ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്ന യേശു ആരാണ്? എന്ത് പ്രാധാന്യമാണ് ആ വ്യക്തിക്ക് അന്നത്തെ ചരിത്രത്തിലുള്ളത്? ഓർക്കണം, ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത് യേശു ഒരു തച്ചൻ്റെ മകനാണെന്നാണ്. ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ള വിശ്വാസമുണ്ട്. അത് ചരിത്രമായിട്ട് കണക്കാക്കാൻ പ്രയാസമുണ്ടാകും. നസറത്തിലെ മരപ്പണിക്കാരനായിരുന്ന ജോസഫിൻ്റെ മകൻ പ്രായപൂർത്തിയാകുന്നവരെ മരപ്പണി ചെയ്തു. അതിനുശേഷം ഒരു ദൈവവിളി അവന് കിട്ടി. അവൻ 3 കൊല്ലം ചുറ്റിക്കറങ്ങി നടന്നു, പ്രസംഗിച്ചു. ഒരുപാട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കൂടെ കൂട്ടി ഒരു കലാപകാരിയുടെ നാട്ടിൽ നിന്നാണ് അവൻ വരുന്നത്. ഓർക്കണം, യേശു ജീവിച്ചിരുന്നു പറയുന്നത് നസറത്ത്, അവിടുന്ന് 4 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായിട്ടുള്ള സെഫോറിസ് എന്ന തലസ്ഥാനമുണ്ട്. സെഫോറിസ് ഗലീലയുടെ തലസ്ഥാനമായിരുന്നു. AD 27 ഹെറോദസ് അന്തിപ്പാസ് തൈബീരിയാസിലേക്ക് ഈ തലസ്ഥാനം മാറ്റുന്നവരെ. അപ്പോൾ ആ സെഫോറിസിലാണ് AD 6 ഗലീലിക്കാരനായ ജൂഡാസ് എന്നൊരു വ്യക്തി, ജൂഡാസ് ദ ഗലീലയൻ, റോമക്കാർക്കെതിരെ ശക്തമായ ഒരു കലാപത്തിന് തുടക്കം കുറിച്ചത്. അങ്ങനെ തീവ്രവാദികൾ എന്നറിയപ്പെടുന്ന, സെലറ്റ് എന്നറിയപ്പെടുന്ന തീവ്രവാദികളുടെ ഒരു ഗ്രൂപ്പ് ഈ സെഫോറിസിലെ കലാപത്തിനോടുകൂടി പുറപ്പെട്ടു. നസ്രത്ത് അതിൻ്റെ കേന്ദ്രമായിരുന്നു. അപ്പോൾ ഗലീലയിലുള്ള ചെറുപ്പക്കാർ ഒരുപാട് പേര് റോമൻ സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നവരായിരുന്നു. യേശുവിനെയും ആ രീതിയിലാണ് അവർ കണ്ടത്. പലരും യേശുവിനെ രാജാവാക്കാൻ ശ്രമിച്ചതായിട്ട് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട്. അനിഷേധ്യമായ ഒരു വസ്തുതയാണ്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശു കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ട വ്യക്തിയാണ്. കുരിശ് ഇന്ന് ഒരു വണക്കത്തിൻ്റെ അടയാളമായിട്ട് കണക്കാക്കാറുണ്ട്. കുരിശിനെ ആരാധിക്കുന്നവരുണ്ടെന്ന് പറയുന്നു. അതെ, ആരാധന ഇല്ലെങ്കിലും ക്രിസ്ത്യാനികളുടെ ഏത് സ്ഥാപനത്തിന് മുകളിലും കാണുന്നൊരു കുരിശാണ് ക്രിസ്ത്യാനികൾ. കുരിശും ക്രൂശിത രൂപം ഉണ്ടാകും. എന്തേ കുരിശ്? കാരണം ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നു യേശു എന്ന അവരുടെ നേതാവ് കുരിശിൽ തറച്ച് കൊല്ലപ്പെട്ട വ്യക്തിയാണ്. റോമക്കാർ നടപ്പിലാക്കിയിരുന്ന ഒരു ശിക്ഷാവിധിയാണ് കുരിശുമരണം. പേർഷ്യക്കാരെന്ന് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഏതായാലും റോമക്കാർ നടപ്പാക്കിയിരുന്നു. ആരെയാണ് റോമക്കാർ കുരിശിൽ തറച്ച് കൊല്ലുക? 2 തരത്തിലുള്ള ആൾക്കാരാണ്. ഒന്നുകിൽ ഒളിച്ചോടുന്ന അടിമകൾ. ഇപ്പോൾ യേശു ഒളിച്ചോടിയ അടിമയായിട്ട് ആരും കണക്കാക്കുന്നില്ല. രണ്ടാമത്തേത് കലാപകാരികൾ സാമ്രാജ്യത്തിനെതിരെ കലാപമുയർത്തുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനുള്ളതായിരുന്നു കുരിശിൽ തറച്ച് കൊല്ലുക. നഗ്നനായി കുരിശിൽ തറയ്ക്കും, മരിക്കുന്നവരെ അവിടെ കിടക്കും. മരിച്ചാലും ശവശരീരം താഴെ ഇറക്കാൻ അനുവദിക്കുമായിരുന്നില്ല സാധാരണഗതിയിൽ. കാക്കയും കഴുകനും ശവം കൊത്തിത്തിൻ തീരണം, അല്ലെങ്കിൽ അഴുകി താഴെ വീണം. പോകുന്നവർക്കെല്ലാം ഒരു മാതൃകയാവണം. മാതൃകാപരമായ ശിക്ഷയാണ് കുരിശുമരണം. ഇപ്രകാരം ഒരു ശിക്ഷയാണ് യേശുവിന് നൽകപ്പെട്ടത്. കാരണം എന്താണ്? കാരണം യേശു കലാപകാരിയാണെന്ന് അവർ സ്വീകരിച്ചിരുന്നു. എൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ചിത്രം തന്നെയാണ് INRI. അത് ഹെബ്രായ ഭാഷയിലും ലത്തീൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും ഉണ്ടായിരുന്നു. ലത്തീൻ ഭാഷയിൽ യേസൂസ് നസറേനൂസ് റെക്സ് യൂദയോരും, അതാണ് ജീസസ് ഓഫ് നാസറത്ത് കിങ് ഓഫ് ജ്യൂസ്. യഹൂദരുടെ രാജാവായ നസ്രായൻ യേശു വളരെ വ്യക്തമാണ്. അപ്പം ഇങ്ങനൊരു വ്യക്തിയെ കുരിശിൽ തറച്ചു കൊന്നു എന്നത് റോമക്കാർ വന്നിട്ട് ചോദ്യം ഇതാണ്, ഇങ്ങനെ തന്ന ഒരാളെക്കുറിച്ച് എന്ത് ഡോക്യുമെൻ്റാണ് റോമക്കാർ സൂക്ഷിക്കേണ്ടത്? എന്ത് താല്പര്യമാണ് അവർക്കുള്ളത്? 100 അല്ല 1000 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പീലാത്തോസിൻ്റെ കാലത്ത് തന്നെ ജെറൂസലം ഒരിക്കൽ 2000 പേരെ കുരിശിൽ തറച്ചു കൊന്നു കലാപകാരികളായിട്ട്. തറയ്ക്കാൻ കുരിശില്ലാതിരുന്നതുകൊണ്ട് മതിലിൽ ആണിയടിച്ചു കൊന്നു എന്നാണ് പറയുക. ഇങ്ങനെ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് എന്ത് ചരിത്രരേഖ അവരുണ്ടാക്കണം? അതിന് യാതൊരു തരത്തിലും പ്രാധാന്യം കൊടുക്കേണ്ടതല്ല. ഒന്ന്. രണ്ടാമത്തേത് യഹൂദരുടെ രേഖകൾ. യഹൂദർക്ക് രേഖ ഉണ്ടാക്കാതിരിക്കാൻ കാരണം പ്രധാനമായിട്ടും യഹൂദരെ യേശുവിനെ എങ്ങനെയാണ് കണ്ടത്? യഹൂദ നേതൃത്വത്തെക്കുറിച്ച് ഓർക്കുക. യേശുവിൻ്റെ കാലത്ത് AD 1-ാം നൂറ്റാണ്ടിൽ യഹൂദരുടെ നേതൃത്വം എന്ന് പറയുന്നത് സാൻഹദ്രിൻ സംഘമാണ്. പ്രധാന പുരോഹിതൻ തലവനായിട്ടുള്ള 70 അംഗങ്ങളുടെ ഒരു സംഘമാണ് സാൻഹദ്രിൻ സംഘം. നമ്മുടെ പാർലമെൻറ്റെന്നോ സുപ്രീം കോർട്ടെന്നോ ഒക്കെ പറയാവുന്നതാണ്. നിയമങ്ങൾ ഉണ്ടാക്കുന്നതും നീതി നടപ്പിലാക്കുന്നതും ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതും ഒക്കെ ഈ സാൻഹദ്രിൻ സംഘമാണ്. സാൻഹദ്രിൻ സംഘ ദൈവദൂഷകനെന്ന് മുദ്ര കുത്തിയതാണ് ഒരു വ്യക്തിയെ. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, നീ ദൈവത്തിന് പുത്രനായ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് സംശയമില്ലാതെ പറഞ്ഞു. അപ്പോൾ ദൈവദൂഷണത്തിൻ്റെ പേരിൽ വ്യാജ പ്രവാചകനായി കൊല്ലാൻ അധികാരമില്ലാത്തതുകൊണ്ട് ശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും റോമക്കാർക്ക് ഏൽപ്പിച്ചുകൊടുത്ത വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ച് അവരെന്ത് രേഖയാണ് സൂക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും അതിനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം ഇങ്ങനെ ഒരു ദൈവദൂഷകൻ പറയുന്നതിൻ്റെ പേരിൽ കൊല്ലുന്ന ഒരാളെക്കുറിച്ച് രേഖ സൂക്ഷിക്കുന്നത് അവർക്ക് ഉപകാരമാവുകയില്ല. രണ്ടേയുമല്ല, യേശുവിൻ്റെ മരണം കഴിഞ്ഞ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 10 വർഷത്തിനകം ഈ യഹൂദരുടെ സകല സെൻറ്റേഴ്സിലും ക്രിസ്ത്യാനികളുണ്ടായി. അങ്ങനെ ആകുമ്പോഴത്തേക്കും യേശുവിനെക്കുറിച്ചുള്ള ഔദ്യോഗിക രേഖകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികം തന്നെ. അതുകൊണ്ട് രേഖയില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവാകാൻ സാധിക്കില്ല. പക്ഷേ
രേഖയുണ്ട്, നമുക്ക് താമസിയാതെ കാണാം. എങ്ങനെയുണ്ടായി ഈ കഥ? നമ്മൾ ഓർക്കണം, ഈ ചരിത്രത്തെ രണ്ടായി പിളർന്നതാണ് AD BC. ഇന്നിപ്പോൾ നമ്മൾ ആധുനിക യുഗത്തിലെ യുക്തിവാദികളുടെ ഒരു അതുകൊണ്ട് AD എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. ആന്നോ ഡോമിനി, ഏത് ഡോമിനി? ക്രിസ്തുവിനാണ്. AD BC എന്ന് ഉപയോഗിക്കാൻ പാടില്ല. അത് BCE ACE എന്നാക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ് CE? കോമൺ ഈറ. എന്താണ് ഈ കോമൺ? എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഇതുവരെ BC ബിഫോർ ക്രൈസ്റ്റ്, AD ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ആന്നോ ഡോമിനി. AD 6-ാം നൂറ്റാണ്ട് അവസാനം ഉണ്ടാക്കിയതാണ് ഈ ചരിത്രം. ഈ ലോക ചരിത്രത്തെ രണ്ടായി വിഭജിക്കുന്ന ഒരു സംഭവമായി യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ 10-15 വർഷം മുമ്പ് വരെ. ആരുണ്ട് ഇങ്ങനൊരു കെട്ടുകഥയുടെ പേരിലൊരു ചരിത്രത്തെ തന്നെ രണ്ടായിട്ട് തിരിക്കാനായിട്ട്? അറിഞ്ഞോ അറിയാതെയോ AD BC ഉപയോഗിച്ചിരുന്നവർ യേശുവിനെ ചരിത്രപുരുഷനായി അംഗീകരിക്കുകയാണ് ചെയ്തതെന്ന് മറക്കാതിരിക്കുക. ഇനി ഈ കോമൺ ഈറ എന്ന് പറയുന്നു, അതിൻ്റെ പ്രാധാന്യം ചോദിച്ചാൽ എവിടെയാണ്, എന്താണ് ഈ കോമൺ ആയിട്ടുള്ളത്? ബിഫോർ ദ കോമൺ ഈറ, ആഫ്റ്റർ ദ കോമൺ ഈറ, വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദിസ് കോമൺ ഈറ എന്ന് ചോദിച്ചാൽ എന്താണ് ഇതിൻ്റെ കേന്ദ്രം? യേശു എന്നൊരു വ്യക്തി ഇല്ലെങ്കിൽ എന്തിനു വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കി? ആരാടി സമയം ഉണ്ടാക്കി? പക്ഷേ അവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ യേശു ജനിച്ചു എന്ന് പറയുന്ന ആ ഒരു ഒരു വർഷത്തെ കേന്ദ്രമാക്കിയിട്ടാണ് 0 വർഷമായി കണക്കാക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തെ 0 വർഷമായി കണക്കാക്കുന്നു. അവിടെ നിന്ന് മുന്നോട്ട് ആഫ്റ്റർ ദ ഇയർ ഓഫ് ദ ലോർഡ് ആന്നോ ഡോമിനി. അപ്പോൾ AD 1 ആകുമ്പോൾ യേശുവിന് 1 വയസ്സ് പ്രായം. യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് BC ബിഫോർ ക്രൈസ്റ്റ്, യേശുവിന് ജനിക്കുന്ന 1 വർഷം മുമ്പ് BC 1. ഇങ്ങനെ കണക്ക് കൂട്ടിയെങ്കിലും അതിലല്പം ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം ഇതാണ്, ഈ കണക്കനുസരിച്ച് ഹെറോദേസ് രാജാവ് മരിക്കുന്നത് BC 4-ലാണ്. ഇപ്പോൾ ഹെറോദിസ് മഹാരാജാവ് മരിക്കുന്നതിന് മുമ്പ് ഏതായാലും യേശു ക്രിസ്തു ജനിച്ചിട്ടുണ്ടാവണം സുവിശേഷകന്മാരുടെ കണക്കനുസരിച്ച്. അപ്പോൾ ഈ ഇന്നത്തെ കണക്കനുസരിച്ച് BC 4-ലോ 5-ലോ 6-ലോ ആകാം യേശു ജനിച്ചത്. കാരണം മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഒരു ദാവീദിൻ്റെ പട്ടണത്തിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നു കേട്ടപ്പോഴേക്കും ആകപ്പാടെ അസ്വസ്ഥമായ നഗരം ഹെറോദേസ് രാജാവ് കൽപ്പന ഇറക്കി ബേത്ലഹേമിനും ചുറ്റുപാടുമുള്ള 2 വയസ്സും അതിൽ താഴെയുമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയുക. അപ്പോൾ BC 4-ലാണ് ഹെറോദേസ് മരിച്ചെങ്കിൽ 2 വർഷം പിന്നോട്ട് കൂട്ടിയാൽ BC 6 വരെയാകാം. അപ്പോൾ യേശുവിൻ്റെ പ്രായം കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ ഒരു സംഭവം നമുക്ക് നിഷേധിക്കാനാവില്ല, ഈ AD BC എന്ന വിഭജനത്തിലൂടെ വന്നിരിക്കുന്നത് ഒരു ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയാണ്. വെറും കെട്ടുകഥകളാവാൻ സാധിക്കില്ല. ഒന്ന്. രണ്ടാമത്തേത്, എങ്ങനെയുണ്ടായി ക്രിസ്തു മതം, ക്രിസ്തീയ സാന്നിധ്യം? AD 50 ആകുമ്പോഴേക്കും ഇങ്ങ് കിഴക്ക് കേരളത്തിൽ വരെ യേശു ക്രിസ്തുവിൻ്റെ അനുയായികളുണ്ടായി. AD 20 ആകുമ്പോഴേക്കും റോമ സാമ്രാജ്യത്തിൽ ഉടനീളം ക്രിസ്തുവിൻ്റെ പേരിൽ അനുയായികളുണ്ടായിക്കഴിഞ്ഞു. എങ്ങനെ വന്നു ഇപ്രകാരം ഒരു വിശ്വാസം, സാക്ഷ്യം? എവിടുന്നാണ് ഇതുണ്ടായത്? ആൾക്കാർ കണ്ടുപിടിച്ച ചരിത്രമാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വിഡ്ഢിത്തരം ആരും ചെയ്യില്ല. നിങ്ങൾ നേതാവിനെ നിർണ്ണയിക്കുകയാണെങ്കിൽ, എന്തും ഇത്തുണ്ടാക്കുകയാണെങ്കിലും നേതാവിനെ സൃഷ്ടിക്കുകയാണെങ്കിൽ വിജയിക്കുന്ന നേതാവിനെയാണ് വേണ്ടത്. ഭാരതത്തിൽ നോക്കൂ, എത്ര ശക്തമായ രാമനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും എന്തെല്ലാം മിത്തുകളുണ്ട്, എല്ലാവരും വിജയിക്കുന്നതാണ്. മുഹമ്മദിനെ നോക്കൂ, യുദ്ധം ചെയ്ത് വിജയിക്കുന്നവരാണ്. പക്ഷേ യേശു ക്രിസ്തു എല്ലാവരാലും പരിത്യക്തനായി കുരിശും വഹിച്ച് മല കയറി അവസാനം കുരിശിൽ കിടന്ന് എൻ്റെ ദൈവമേ എന്തേ എന്നെ കൈവെടിഞ്ഞു നിലവിളിച്ച് മരിക്കുന്ന ഈ പരാജിതനെ ആർക്ക് വേണം? ഇങ്ങനെയാണ് കഥയുണ്ടാക്കുക. കഥയുണ്ടാക്കുകയാണ് വിജയിക്കുന്നതിൽ വേണ്ടേ? എന്തുകൊണ്ട് ഈ ജനിക്കാൻ ഇടമില്ലാതെ കാലിത്തൊഴുത്തിൽ ജനിക്കുന്നു, ജനിച്ച ഉടനെ നാട് വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്നു, അഭയാർത്ഥിയായി കുടിയേറേണ്ടി വരുന്നു, അതിനുശേഷം പരസ്യം തുടങ്ങുമ്പോഴേക്കും എന്തെല്ലാം ആക്രമണങ്ങൾ? ഇങ്ങനെയാണോ ഒരാളെ കഥ സൃഷ്ടി ഉണ്ടാക്കുക? അങ്ങനെയാണെങ്കിൽ ഇതുണ്ടാക്കിയ ആൾക്ക് വിവരമില്ലെന്നേ പറയാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാലെ പോയ വ്യക്തികൾ വെറും വിഡ്ഢികളാണ്. എന്ത് കണ്ടുകൊണ്ടാണ് ഈ നസ്രത്തിലെ യേശുവിൻ്റെ പിന്നാലെ ആൾക്കാർ പോവുക? അന്ന് വന്ന കലാപാരകളുണ്ട്, ധാരാളം ആൾക്കാരുണ്ടായിരുന്നു, ഒരുപാട് ബാറബാസിനെ പോലെ ആൾക്കാർ. അവർ ശക്തരാണ്, യുദ്ധം ചെയ്തവരാണ്. പക്ഷേ യേശു എന്താ പറയുക? വാളെടുത്ത് എൻ്റെ ഉറയിലിട്, വാളെടുത്തവൻ വാളാന്നിരിക്കും, ഒരു ചികിടത്തെടുത്താൽ മറുചിയോട് കൂടി കാണിച്ചു കൊടുക്കുക. ഇതാർക്ക് വേണം ഈ ചിന്ത? അപ്പോൾ യേശു ചരിത്രപുരുഷനല്ലായിരുന്നു എന്ന് പറയുന്നവർ മറുപടി കൊടുക്കേണ്ട ചോദ്യം, ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി ഈ സംഭവങ്ങൾ? അടുത്തത് യേശുവിൻ്റെ ശിഷ്യന്മാർ. ആരെയാണ് ഇവൻ തിരഞ്ഞെടുത്തതെല്ലാം ചെറുപ്പക്കാരാണ്, വലിയ സ്ഥാനമാനങ്ങളുള്ളവരല്ല. യേശുവിന് തന്നെ ഔദ്യോഗികമായി യാതൊരു വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. നസ്രത്തിലൊന്ന് പ്രസംഗിക്കും, ഇവിടെ കിട്ടിയ ഈ അറിവെല്ലാം ഒരു ഗുരുവിൻ്റെ കീഴിലും ഒരു റബ്ബിയുടെ കീഴിലും യേശു പഠിച്ചിട്ടില്ല. അവനൊരു സ്കൂളിൽ നിന്നും ഡിഗ്രി മേടിച്ചിട്ടില്ല. അവൻ്റെ കൂടെ കൂടിയവരൊക്കെ ചെറുപ്പക്കാർ, അനുദിന ജീവിതത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്ന മനുഷ്യരെയാണ് കൂടെ കൂട്ടുക. ചെറുപ്പക്കാർ അവരാരും പടയാളികളല്ല, അവരാരും ശക്തിയുള്ളവരുമല്ല, സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണ് യേശുവിൻ്റെ കൂടെ കൂടുക. ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയതാണോ? വെറുതെ ഉണ്ടാക്കുന്ന എങ്ങനെ പറയും?
അടുത്തപടി, എന്തുകൊണ്ട് മതപീഡനങ്ങൾ? ഈ ഒരു യേശുവിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് തന്നെ, യേശു വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ വെടിഞ്ഞിട്ടുണ്ട്. ജെറൂസലമിൽ സാമാന്യം വിദ്യാഭ്യാസം വിവരമുള്ള വ്യക്തിയായിരുന്നു സ്റ്റീഫൻ എന്ന് പറയുക. ഗ്രീക്കുകാരനാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവാദത്തിൽ സ്റ്റീഫൻ പൗലോസിനെ പോലുള്ളവർ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. അതിനുശേഷം ഉണ്ടാകുന്ന വലിയ കലാപമാണ്. ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നൊരു സാഹചര്യം. എവിടെ ചെന്നാലും വെറുക്കപ്പെടുന്നൊരു സമൂഹം. അതേസമയം അറിയാതെ ആളുകൾ ഇവരുടെ കൂടുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു? തീർച്ചയായിട്ടും ഒരു ചരിത്രപുരുഷനല്ലെങ്കിൽ, ഈ പറയുന്ന വസ്തുതകൾ ചരിത്ര യാഥാർത്ഥ്യങ്ങളല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സാധിക്കുകയില്ല. ഒരു വെറും കെട്ടുകഥയ്ക്ക് വേണ്ടി, കടങ്കഥയ്ക്ക് വേണ്ടി ആരാണ് ജീവൻ ത്യജിക്കാൻ തയ്യാറുക? ഒന്നല്ല, 1000 അല്ല, 1,00,000 ഇന്നും എവിടുന്ന് സംഭവിക്കുന്നു? ഇതെല്ലാം ചരിത്രവസ്തുതയായിരുന്നു എന്നുള്ളത് തന്നെ അടയാളങ്ങളാണ്. ഇപ്രകാരം അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ അവശേഷിക്കും. പോരാ, ഇനി ലിഖിതമായി ഒന്നുമില്ല എന്ന് പറയുന്നവർ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ് ബൈബിൾ. പുതിയ നിയമം എന്ന് പറഞ്ഞ 27 പുസ്തകങ്ങളുടെ സമാഹാരമാണ്. അതിൻ്റെ 4 സുവിശേഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പറയുന്ന എല്ലാം ചരിത്രമാണെന്ന് അംഗീകരിച്ചില്ല എങ്കിൽ പോലും ഒരു ചരിത്ര പുരുഷനായ വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് ഇത് എഴുതുന്നത് എന്ന് പറയാതിരിക്കാൻ നമുക്കാവില്ല. പഴയ നിയമത്തിൽ സൂചനകളുണ്ട്, പുതിയ നിയമത്തിൽ അതിൻ്റെ ചിത്രീകരണങ്ങളുണ്ട്. ഇനി ചരിത്രരേഖകളില്ല എന്ന് ശഠിക്കുന്നവരുടെ മുമ്പിൽ ചില രേഖകൾ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലാദ്യത്തേത്, ടാസിറ്റസ് എന്ന റോമൻ ചരിത്രകാരൻ. അദ്ദേഹം ജീവിച്ചിരുന്നത് AD 56 മുതൽ 118 വരെയുള്ള കാലഘട്ടത്തിലാണ്. അദ്ദേഹം എഴുതിയ ഒരു ചരിത്രമുണ്ട്, അനൽസ് ഓഫ് റോം, റോമിൻ്റെ ചരിത്രം. അതിൽ 14-ാമത്തെ അധ്യായം നീറോയെക്കുറിച്ചാണ് പറയുക. നീറോയെക്കുറിച്ച് പറയുമ്പോൾ നീറോയുടെ കാലത്ത് റോമിലൊരു വലിയ അഗ്നിബാധയുണ്ടായി. അത് നീറോയാണ് അതിൻ്റെ കാരണക്കാരൻ. റോമാ പട്ടണം നശിപ്പിച്ച് പുതിയൊരു പട്ടണം നീറോപോളിസ് എന്ന പേരിൽ പണിയണമെന്ന ആഗ്രഹത്തോടു കൂടി നീറോ ആണ് പട്ടണത്തിൽ തീ വെച്ചത്. അത് 10-14 സ്ഥലത്ത് ഒരേ സമയത്ത് കത്തുകയുണ്ട്. അതുകൊണ്ട് സാസൂത്രിതമായിരുന്നു. അതുകൊണ്ട് നീറോയെ തന്നെ കൊല്ലണമെന്നൊരു നിലപാട് പട്ടാളക്കാർ വരുന്നൊരു സാഹചര്യത്തിൽ സ്വന്തം ജീവൻ അപകടത്തിലായി എന്ന് മനസ്സിലാക്കിയ നീറോ പകരം ബലിയാടുകളെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെയാണ് ഞാൻ ടെക്സ്റ്റ്. നീറോ ഫാബ്രിക്കേറ്റഡ് സ്കേപ്പ് ഗോഡ്സ് ആൻഡ് പണിഷ്ഡ് വിത്ത് എവറി റിഫൈൻമെൻറ്റ് ദ നൊട്ടോറിയസ്ലി ഡിപ്രൈവ്ഡ് ക്രിസ്ത്യൻ ആസ് ദേ ആർ കോൾഡ്. ഇപ്പോൾ നീറോ ബലിയാടുകൾ ഉണ്ടാക്കി സകല മ്ലേച്ഛതകൾക്കും പേരുകേട്ടിരുന്ന ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ഒരു സമൂഹം. Their originator, Christ, had been executed in Tiberius' reign by the governor of Judea. ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരൻ ക്രിസ്തു എന്നറിയപ്പെടുന്ന വ്യക്തി ജൂഡയായുടെ ഗവർണറായിരുന്ന പോന്തിയോസ് പിലാത്തോസിൻ്റെ കൽപ്പന പ്രകാരം കുരിശിൽ തറയ്ക്കപ്പെട്ടവനാണ്. But in spite of this temporary setback, the deadly superstition had broken afresh not only in Judea but also in Rome. പക്ഷേ അധികം താമസിയാതെ ഈ അന്ധവിശ്വാസം വീണ്ടും പ്രചരിച്ചു. അവരുടെ സ്ഥാപകൻ്റെ മരണത്തിന് ശേഷം ലോകത്തെല്ലായിടത്തും, പ്രത്യേകിച്ച് റോമിൽ വരെ എത്തിയിരിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, ഒരു കുരിശിൽ തറയ്ക്കപ്പെട്ട വ്യക്തിയുടെ പേരിലാണ് തോന്നിയിരിക്കുന്നത്. അത്രയും മതി. രണ്ടാമത്തേത്, സുവറ്റോണിയസ്, റോമൻ ചരിത്രകാരനാണ്. AD 70 മുതൽ 135 വരെ ജീവിച്ചിരുന്ന വ്യക്തി സുവറ്റോണിയസ്. 12 സീസേഴ്സ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പുസ്തകം 120 എഴുതിയതാണ്. അതിൽ 5-ാമത്തെ അധ്യായം സീസറിനെ കുറിച്ച് പറയുമ്പോൾ, ക്ലോഡീസിൻ്റെ കാലത്ത് ക്രെസ്റ്റസ് എന്ന ഒരാളിൻ്റെ പേരിൽ യഹൂദരുടെ ഇടയിൽ തർക്കങ്ങളുണ്ടായി. അതുകൊണ്ട് ഈ യഹൂദരെ നാട് കടത്തി എന്നെഴുതിയിട്ടുണ്ട്. ആരാണ് ഈ ക്രെസ്റ്റസ്? ക്രിസ്തുസ് എന്നത് തെറ്റിദ്ധരിച്ചതാണ്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ പേരിൽ യഹൂദരുടെ ഇടയിൽ തർക്കമുണ്ടാവുകയും AD 50 കുറേ പേരെ നാട് കടത്തുകയും ചെയ്തു. അങ്ങനെ നാട് കടത്തപ്പെട്ട വ്യക്തിയാണ് അക്വിലായും പ്രിസിലായും കോരിന്തോസിൽ വെച്ച് പൗലോസ് കണ്ടുമുട്ടുക. രണ്ടാമത്തത് സുവറ്റോണിയസ്. മൂന്നാമത്തത് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ചരിത്രമാണ് പ്ലിനി ദ യങ്ങർ. AD 61 മുതൽ 120 ജീവിച്ചിരുന്ന പ്ലിനി ദി യങ്ങർ, പ്രോ കോൺസുൽ ഓഫ് ബിഥീനിയ ആൻഡ് ഏഷ്യാമൈനിലെ പ്രോ കോൺസുലായിരുന്ന അദ്ദേഹം 112-113 കാലഘട്ടത്തിലായിരുന്നു. അദ്ദേഹം എംപറർ ട്രാജന് എഴുതിയ ഒരു കത്ത്, അതിൻ്റെ കത്ത് 10-ാമത്തെ അധ്യായം 96-ാമത്തെ വാക്യത്തിൽ ഡിസ്ക്രൈബ്സ് ഹിസ് മെത്തേഡ് ഓഫ് ഹാൻഡ്ലിങ് ദ ക്രിസ്ത്യൻസ്. ഇപ്പോൾ തൻ്റെ അടുക്കൽ പരാതി കൊണ്ടുവന്നിരുന്ന ക്രിസ്ത്യാനികൾ, ആർക്കെതിരെ പരാതി കൊണ്ടുവന്ന ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി, നേരം വെളുക്കുന്നതിന് മുമ്പ് എണീറ്റ് എല്ലാവരും കൂടി ഒന്ന് ക്രിസ്തുസ് എന്ന ഒരാളിൻ്റെ പേരിൽ അവർ ബലിയർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ക്രിസ്തുവിനെ ദൈവത്തെ പോലെ കണക്കാക്കുന്നു. ഇത്രയേ ഉള്ളൂ. ക്രിസ്തു എന്ന ഒരാളിൻ്റെ പേരിൽ, ദൈവമായി കണക്കാക്കുന്ന ക്രിസ്തു എന്ന ആളിൻ്റെ പേരിൽ ഏഷ്യാമനുണ്ടായിരുന്ന ആളുകൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു. വേറൊന്നുമില്ല. പക്ഷേ ക്രിസ്ത്യാനികളെ പീഡനം ജീവിച്ചിരുന്നു എന്നതിൻ്റെ വ്യക്തമാണ്.
നാലാമത്തത് ലൂസിയൻ ഓഫ് സമോസാറ്റ 115-200 ജീവിച്ചിരുന്ന ഒരു ഹാസ്യ കലാകാരനാണ്. അദ്ദേഹം ക്രിസ്ത്യാനികളെ പൊതുവായി പരിഹസിക്കുന്ന കാര്യത്തിൽ പറയും, ദ ക്രിസ്ത്യൻസ് ആർ സെഡ് ടു ബി സോ എനാമേഡ് ഓഫ് പെരഗ്രീനസ് ദാറ്റ് ദേ റിവിയർ ഹിം ആസ് എ ഗോഡ്. പെരഗ്രീനസ് എന്ന ഒരാളെയാണ് നേതാവായി കണക്കാക്കുന്നത്, ദൈവത്തെ പോലെ കണക്കാക്കുന്നു. പക്ഷേ ഒരാൾ മാത്രമേ ഈ പെരഗ്രീനസിനേക്കാൾ വലുതായിട്ടുള്ളൂ. നെക്സ്റ്റ് after the other, to be sure, whom they still worship, the man who was crucified in Palestine because he introduced this new cult into the world. പെരഗ്രീനസിനെ ദൈവത്തെ പോലെയാണ് കണക്കാക്കുന്നത്, പക്ഷേ അയാളെക്കാളും വലിയ ആളാണ് ക്രിസ്തുസ്. ആ ക്രിസ്തു എന്നെ ദൈവമായിട്ട് കണക്കാക്കുന്നു. ആ ക്രിസ്തുവാണ് ഇപ്രകാരം ഒരു ആരാധന രീതിയും വിശ്വാസവും കൊണ്ടുവന്നത്. ഇവിടെയും ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഇങ്ങനെ ജീവിച്ചിരുന്നു ക്രിസ്തു, അതിന് ദൈവത്തെ പോലെ ആചരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ലൂസിയൻ്റേതും ഫ്ലാവിയസ് യോസേഫൂസാണ് ഏറ്റവും അധികം പ്രചാരത്തിലുള്ള യഹൂദ ചരിത്രകാരൻ. AD 37 മുതൽ 100 വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ 2 ഗ്രന്ഥങ്ങളുണ്ട്, ജൂയിഷ് ആൻറ്റിക്വിറ്റീസ്, യഹൂദ പാരമ്പര്യങ്ങൾ, മറ്റൊന്ന് ജൂയിഷ് വാർ. ഇദ്ദേഹം ഒരു യഹൂദ നേതാവായിരുന്നു, ഒരു പടയാളിയായിരുന്നു. ഗലീലിലെ യുദ്ധത്തിൽ തോറ്റു. അദ്ദേഹം ജെറൂസലത്തെ ആക്രമിച്ചിരുന്ന വെസ്പസിയാൻ എന്ന സേനാധിപനെ റോമക്കാർ ചക്രവർത്തിയായി അവരോധിച്ചു, പേര് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ചക്രവർത്തിയാകാൻ പോകുമ്പോൾ മകൻ ടൈറ്റസിനെ യുദ്ധമേൽപ്പിച്ചിട്ടാണ് പോവുക. യോസെഫൂസ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം റോമിനോട് കൂട്ടുചേർന്നു, കാലുമാറി റോമിൽ ചെന്നു. അദ്ദേഹത്തിന് റോമൻ പൗരത്വവും ദാനമായി നൽകി. അദ്ദേഹം വലിയൊരാളായി. വെസ്പസിയാൻ്റെ ഫാമിലി നെയിമായിരുന്നു ഫ്ലാവിയൂസ്. ആ ഫ്ലാവിയൂസ് എന്ന് പേരെടുത്തു. അദ്ദേഹത്തിന് ജോസെഫൂസ് എന്ന് ഫ്ലാവിയൂസ് ജോസഫ് എന്ന് പേരും സ്വീകരിച്ചു. എന്നിട്ട് ഈ റോമക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയും തങ്ങളുടെ ജനങ്ങളെ ഒന്ന് മുക്കിക്കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് ജൂയിഷ് ആൻറ്റിക്വിറ്റി. ലോകത്തിൻ്റെ ആരംഭം മുതൽ ഈ യഹൂദ യുദ്ധത്തിൻ്റെ ആരംഭം വരെയുള്ള കാലഘട്ടത്തെ ചരിത്രമാണ് ജൂയിഷ് ആൻറ്റിക്വിറ്റീസ്. അതിനകത്ത് 2-3 സ്ഥലങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് ജൂയിഷ് ആൻറ്റിക്വിറ്റീസ്. അവിടെ പറയുന്നത് ജൂയിഷ് ആൻറ്റിക്വിറ്റീസ് പുസ്തകം 29 അധ്യായം 9 വാക്യം പാരഗ്രാഫ് 1, ഫെസ്തുസ് വാസ് നൗ ഡെഡ് ആൻഡ് അൽബീനസ് വാസ് ഓൺ ദ റോഡ്. അവിടുത്തെ ഫെസ്തുസ് എന്ന ഗവർണർ മരിച്ചു, അടുത്ത ഗവർണർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ സാഹചര്യത്തിൽ റോമക്കാരുടെ ആധിപത്യത്തിൽ അധികാരം ഇവിടെ ഇല്ലാതായി. സോ ഹി അസംബിൾഡ് സാൻഹെദ്രിൻ, അന്നത്തെ പ്രധാന പുരോഹിതൻ സാൻഹെദ്രിൻ of the judges, and brought before them the brother of Jesus who was called the Christ, whose name was James. ജെയിംസ് എന്ന പേരുള്ള ഒരാളെ സാൻഹെദ്രിന് മുമ്പിൽ കൊണ്ടുവന്നു. ഈ ജെയിംസ് ക്രിസ്തുസ് എന്ന ആളിൻ്റെ സഹോദരനായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം പറയുന്നുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ട് വരുന്നുണ്ട് ആൻറ്റിക്വിറ്റീസ് എന്ന ഈ യഹൂദ പാരമ്പര്യം 18-ാം പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യം. Now there was about this time, ഈ ഒരു കാലഘട്ടത്തിലാണ് ജീസസ് എ വൈസ് മാൻ, if it be lawful to call him a man. ക്രിസ്തു എന്ന ഒരു ജ്ഞാനിയായ മനുഷ്യൻ, അവനെ മനുഷ്യനെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ, for he was a doer of wonderful works, ഒരുപാട് അത്ഭുതം പ്രവർത്തിച്ച വ്യക്തിയാണത്. എ ടീച്ചർ ഓഫ് സച്ച് മെൻ ആസ് റിസീവ് ദ ട്രൂത്ത് വിത്ത് പ്ലഷർ, സത്യം സന്തോഷത്തോടെ സ്വീകരിക്കാൻ താല്പര്യമുള്ള എല്ലാവരുടെയും ഗുരുവായിരുന്നു, അധ്യാപകനായിരുന്നു. ഹി ഡ്രൂ ഓവർ ടു ഹിം ബോത്ത് മെനി ഓഫ് ദ ജ്യൂസ് ആൻഡ് മെനി ഓഫ് ദ ജെന്റൈൽസ്, ഒരുപാട് യഹൂദരും വിജാതീയരും അവനിൽ ആകൃഷ്ടരായി. ഹി വാസ് ദ ക്രൈസ്റ്റ്, അവൻ ക്രിസ്തുവായിരുന്നു. And when Pilate, at the suggestion of the principal men amongst us, had condemned him to the cross, those that loved him at the first did not forsake him. പിലാത്തോസ് അവനെ കുറ്റവാളിയായി വിധിച്ചു വധിച്ചെങ്കിലും അവനെ ആരംഭത്തിൽ അനുഗമിച്ചവർ അവനെ വിട്ടുപേക്ഷിച്ചു പോയില്ല. For he appeared to them alive the third day, and as the divine prophets had foretold these and 10,000 wonderful things concerning him. അവൻ മരിച്ചു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അത് തന്നെയുമല്ല, പ്രവാചകന്മാർ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് പറഞ്ഞ 100 കണക്കിന് കാര്യങ്ങൾ അവന് യാഥാർത്ഥ്യമായി തീർന്നു. And the tribe of the Christians, so named from him, are not extinct to this day. ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെടുന്ന ഒരു വർഗം ഇന്നും നിലവിലുണ്ട്, ഒന്നും അവസാനിച്ചിട്ടില്ല. ഇതാണ് ഫ്ലാവിയസ് യോസേഫൂസിൻ്റെ സാക്ഷ്യം. ഇത്രയും സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ട് ചരിത്രരേഖ ഇല്ല എന്ന് പറഞ്ഞ് മനുഷ്യനെ കബളിപ്പിക്കാൻ നോക്കുന്നത് ശ്രമിക്കണം. ഇനി ഒന്നുകൂടി എടുക്കട്ടെ. AD 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്ത് 2-ാം നൂറ്റാണ്ട് ആരംഭത്തിൽ റോമൻ ഫോറം ചന്തയാണ്. അവിടെ ചന്തയിലെ മതിലിൽ നല്ലൊരു പടം വന്നു, ഒരു കാർട്ടൂൺ, ഇന്നത്തെ പോലെ കാർട്ടൂണാണ്. ആ കാർട്ടൂൺ ഇതാണ്, ഒരു മനുഷ്യനെ കുരിശ് തറച്ചിരിക്കുകയാണ്. കുരിശ് തറച്ചിരിക്കുന്ന മനുഷ്യൻ്റെ കഴുത്തിലുള്ളത് കഴുതയുടെ തലയാണ്.
ഇപ്പോൾ കഴുതത്തലയുള്ള മനുഷ്യനെ കുരിശിൽ തറച്ച കാർട്ടൂൺ ഇന്ന് താഴെ എഴുതിയിരിക്കുന്നു, അലക്സാമെനോസ് അദോരാത്ത് ദേവും സൂവും. അലക്സാമെനോസ് തൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു. വളരെ വ്യക്തമാണ്. ക്രിസ്ത്യാനികളെ കളിയാക്കുന്നതാണ്. ക്രിസ്ത്യാനികൾ കളിയാക്കാൻ വേണ്ടി കഴുതത്തലയുള്ള ഒരാളെ കുരിശിൽ തറച്ചാൽ എന്താണ് അർത്ഥം? ഇവർ ആരാധിക്കുന്ന ക്രൂശിതനെയാണ്. ആ ക്രൂശിതൻ ഒരു കഴുതയെ പോലെ ആയിരുന്നു. ഇത്രയും രേഖകൾ നമുക്ക് കൈവശമുള്ളപ്പോൾ എങ്ങനെ പറയാൻ സാധിക്കും യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന്? ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഒന്നുകിൽ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം നുണ പറയുന്നതാണ്. അതെല്ലാം വരാൻ സാധിക്കില്ല. അതുകൊണ്ട് യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു എന്നതിന് ധാരാളം ആവശ്യമായ തെളിവുകളുണ്ട് നമുക്ക്. ഇനി ആരാണ് യേശു? അവൻ എന്ത് ചെയ്തു? അത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടിയെന്ന് വരില്ല. അന്നത്തെ പബ്ലിക്സ് ഇടുന്ന റോമക്കാരുടെയോ അല്ലെങ്കിൽ യഹൂദരുടെയോ രേഖകളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് കിട്ടുകയില്ല. കാരണം അവൻ കുറ്റവാളിയായിരുന്നു, റോമക്കാർക്ക് അവൻ കലാപകാരിയായിരുന്നു, യഹൂദർക്ക് അവൻ ദൈവദൂഷകനായിരുന്നു. പക്ഷേ യേശുവിനെ സ്വീകരിക്കുകയും യേശുവിനെ ദൈവമായി ആരാധിക്കുകയും ചെയ്തൊരു സമൂഹമുണ്ട്, ഇന്നുണ്ട്. ലോക ജനസംഖ്യയുടെ 1/3 കൂടുതൽ ഇന്ന് ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് സ്വീകരിക്കുന്നവരാണ്. അതുകൊണ്ട് യേശു ആരാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളോട് ചോദിക്കണം, എതിരാളോടല്ല. ആരാണ് വിശ്വസിക്കുക? അടിസ്ഥാനപരമായ രേഖകളുണ്ട്. ഇനി എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനി വിശ്വസിക്കുന്നത് നമുക്കത് കാണാം. അപ്പോൾ യേശു ക്രിസ്തു ആരായിരുന്നു എന്ന ചോദ്യവും യേശു ഒരു ചരിത്രപുരുഷനായിരുന്നു എന്ന ചോദ്യവും രണ്ടും രണ്ടായിട്ട് കണക്കാക്കണം. നമ്മൾ ഇന്ന് കണ്ടത് ഇത്രയേ ഉള്ളൂ. യേശു ചരിത്രപുരുഷനായിരുന്നു. അനിഷേധ്യമായ തെളിവുകളുണ്ട്. തെളിവുകൾ കുറവാണെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ അനിഷേധ്യമായ ചരിത്രരേഖകളും ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്കിതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, നമുക്ക് മറുപടി ഇരുന്നതായിരിക്കും. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. കന്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി അയക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം ഞങ്ങൾ വെളിപ്പെടുത്തി തരികയും ചെയ്ത ആ വലിയ കൃപയെക്കുറിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ആരാണെന്നും അങ്ങയുടെ പുത്രൻ ആരാണെന്നും ഞങ്ങൾക്ക് അങ്ങയോടുള്ള ബന്ധമെന്തെന്നും എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഞങ്ങളെ പഠിപ്പിച്ചത് യേശുവാണ്. ആ യേശുവിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ആ വലിയ സന്ദേശം ഗ്രഹിക്കാൻ അങ്ങയെ പിതാവായി, യേശുവിനെ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായി, എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി സ്വീകരിക്കാനുള്ള ആ ഒരു കൃപ ഞങ്ങളുടെ ആത്മാവിൻ പ്രകാശം വഴി ഞങ്ങൾക്ക് തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.